ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്റസ് ഹാമിസ് അഷ്റ 15ാമത്തെ പാഠവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അൽ അമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചത്. വിശ്വസ്തൻ. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ മക്ക നഗരത്തിൽ വലിയ ജലക്ഷാമം നേരിട്ടു. മുശ്രിക്കുകൾ ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിച്ചു. അവരുടെ ആരാധ്യ വസ്തുവായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് ലാത്തയോടും ഉസ്സയോടുമാണ്. അവർ തീ, കാറ്റ്, ഇങ്ങനെയുള്ള കല്ല്, ഇങ്ങനെയൊക്കെ ആയിരുന്നു മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ അവരെ ലാത്തയോടും ഉസ്സയോടും അവർ പ്രാർത്ഥിച്ചു ജലക്ഷാമം നേരിട്ടപ്പോൾ. ഫലമുണ്ടായില്ല. തുടർന്ന് അബൂ ത്വാലിബിനെ സമീപിച്ചു. അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കഅബയിൽ പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ആകാശം മേഘാവൃതമായി കനത്ത മഴ പെയ്തു. മറ്റൊരിക്കൽ അബൂ ത്വാലിബിൻ്റെ ഒട്ടകം തിരയാൻ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിൽ ഒറ്റപ്പെട്ടു. ആ വഴി വന്ന അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകപ്പുറത്ത് തൻ്റെ പിന്നിൽ കയറ്റി. ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ ഇരുത്തിയപ്പോൾ മാത്രമാണ് ഒട്ടകം നടക്കാൻ തുടങ്ങിയത്. ഈ അത്ഭുതങ്ങൾ മക്കക്കാർക്കിടയിൽ വലിയ സംസാരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിൻ്റെ ഒട്ടകം കാണാതെ പോയപ്പോൾ തിരയാൻ വേണ്ടി പോയി വഴിയിൽ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ആ വഴി വന്ന അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറ്റി. പിന്നിലായിരുന്നു കയറ്റിയത്. അപ്പോൾ ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ ഇരുത്തിയപ്പോൾ മാത്രമാണ് ഒട്ടകം നടക്കാൻ തുടങ്ങിയത്. ഈ അത്ഭുതങ്ങളൊക്കെ മക്കക്കാർക്കിടയിൽ വലിയ സംസാരമായി. അബൂ ത്വാലിബ് സംസം കിണർ കെട്ടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി കല്ലു ചുമന്നു കൊണ്ടുവന്നു. ചുമൽ വേദനിക്കാതിരിക്കാൻ തുണി വെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. തുണി അഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. അധർമ്മത്തിലും തിന്മയിലും മുഴുകി ജീവിച്ചവരായിരുന്നു അറബികൾ. അവർക്കിടയിൽ എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. കുട്ടിക്കാലത്തു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല അത്ഭുതങ്ങളും പ്രകടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായാണ് വളർന്നത്. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായി. ഗർഭത്തിൽ 2 മാസം പ്രായമുള്ളപ്പോൾ ഉപ്പ വഫാത്തായിട്ടുണ്ട്. അതാണ് ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായി. 6ാം വയസ്സിൽ ഉമ്മയും 8ാം വയസ്സിൽ വല്യുപ്പ അബ്ദുൽ മുത്തലിബും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പയാണ് അബ്ദുൽ മുത്തലിബ് ഇഹലോകവാസം വെടിഞ്ഞു. കുട്ടിക്കാലം ദരിദ്രപൂർണമായിരുന്നു. എന്നാൽ ഒന്നിനും പരാതിപ്പെടാതെ സൽസ്വഭാവിയും സദ്വൃത്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെടും, ഒരു തിന്മയും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. അവർ അൽ അമീൻ എന്ന് വിളിച്ചു. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബേ, അങ്ങേക്ക് അല്ലാഹു തആലയുടെ സലാത്തും സലാമും ഉണ്ടാവട്ടെ. അപ്പം എത്രയാണ് പാഠഭാഗം. നമുക്ക് ഇതിൻ്റെ വായിച്ച് മനസ്സിലാക്കാം. നക്റഉ വനഫമൊക്കെ വായിച്ച് മനസ്സിലാക്കാം. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. ലാത്ത ഉസ്സ മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തു. ലാത്ത ഉസ്സ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തു. അബൂജഹൽ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ഒരു ഖുറൈശി പ്രമുഖനായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. ഇവിടെ ആദ്യം വരുന്ന വർക്ക് എന്താണ്? നസിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഉസ്സ എന്തായിരുന്നു? മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തു. അപ്പം അതിൻ്റെ ബി എഴുതാ. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത പ്രമുഖൻ. നമ്മൾ നേരത്തെ വായിച്ച് പറഞ്ഞതാണ്. അപ്പം അത് മനസ്സിലാക്കാം. അപ്പം നമുക്ക് അതിൻ്റെ സി എഴുതാം. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അതിൻ്റെ
എഴുതാം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായത്? അപ്പോൾ ബുക്കിൽ ഇവിടെ അടയാളപ്പെടുത്താം. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായി, 6-ാം വയസ്സിൽ ഉമ്മയും 8-ാം വയസ്സിൽ വല്യുപ്പയും വഫാത്തായി. 8-ാം വയസ്സിൽ വല്യുപ്പ അബ്ദുൽ മുത്തലിബും ഇഹലോകവാസം വെടിഞ്ഞു. അതോടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായി തീർന്നു. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തിന്മയിലും ഏർപ്പെട്ടില്ല. കാരണം എന്താണ്? കാരണം ഇതടയാളപ്പെടുത്താം. കുട്ടിക്കാലം ദരിദ്രപൂർണമായിരുന്നു. എന്നാൽ ഒന്നിനും പരാതിപ്പെടാതെ സൽസ്വഭാവിയും സദ്വൃത്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. അപ്പോൾ അത് രണ്ടാമത്തേന് ഉത്തരമായിട്ട് എഴുതാം. അടുത്ത എന്താണ്? ജലക്ഷാമം നേരിട്ട മക്കക്കാർക്ക് മഴ ലഭിച്ചത് എങ്ങനെയാണ്? ഉത്തരവിടുന്ന് എഴുതാം. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കഅബയിൽ പോയി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ആകാശം മേഘാവൃതമായി, കനത്ത മഴ പെയ്തു. അപ്പോൾ ഇവിടുന്ന് എഴുതാം. ഫസ്റ്റ് അബൂ താലിബ് എന്ന് എഴുതാം. മനസ്സിലാക്കി എഴുതാം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ അൽ അമീൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? എന്താണ്? ഇവിടെ അടയാളപ്പെടുത്താം. സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, എല്ലാ നല്ല കാര്യങ്ങൾ ഏർപ്പെടും, ഒരു തിന്മയും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. അവർ അൽ അമീൻ എന്ന് വിളിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. അതിനെ നുബയ്യിൻ സിയാക്ക് സന്ദർഭം വിവരിക്കാനാണ്. എന്താണ്? അബൂ താലിബ് സംസം കിണർ കെട്ടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു വേണ്ട കല്ല് ചുമന്നുകൊണ്ട് ചുമലിൽ വേദനിക്കാതിരിക്കാൻ തുണി വെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. തുണി അഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. അധർമ്മത്തിലും തിന്മയിലും ഒഴുകി ജീവിച്ചിരുന്നവരാണ് അറബികൾ. അപ്പോൾ അവിടെ ബോധരഹിതനായി വീണു എന്നതുവരെ എഴുതി അവിടെ സന്ദർഭം എഴുതുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബ് സംസം കിണർ പുതുക്കി പണിയുകയായിരുന്നു. അബൂ താലിബ് സംസം കിണറിൻ്റെ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ല് ചുമന്ന് കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് ഷോൾഡറിൽ വെച്ച് ചുമല് വേദന ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി തൻ്റെ ഇട്ട ഡ്രസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച ഡ്രസ്സ് അഴിച്ച് ചുമലിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അബൂ താലിബ് ഊരാൻ ഒരുങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. അപ്പോൾ ആ സന്ദർഭമൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത വർക്ക് എന്താണ്? ഇവിടെ അടിവരയിട്ട ഈ പദം മാറ്റിയിട്ട് ഇവിടെ മേലെ തന്നത് ചേർത്തുകാണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാനാണ്. ഇവിടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ എന്നാണ്. അപ്പോൾ അത് നമുക്കവിടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് എഴുതാം. അതുപോലെ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഷഫീ അല്ലാ. അടുത്തതാ അസ്സലാത്തു വസ്സലാമു അലൈക യാ നബി അല്ലാ. അങ്ങനെ ആക്കിയിട്ടത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ അതുപോലൊക്കെ എഴുതുക. അപ്പോൾ അത് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. അപ്പോൾ 15ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എത്രയാണ് എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.